നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദിനി, ഞങ്ങള് രണ്ടുപേരും ഇവിടെ ഇരിക്കുന്ന നീ കണ്ടില്ലേ? കണ്ടു. ആ, എന്നിട്ട് കണ്ട ഭാവമൊന്നും ഇല്ലല്ലോ നിന്റെ മുഖത്ത്. അവളിപ്പൊ നമ്മളെ മൈൻഡ് ചെയ്യില്ലല്ലോ. അവള് മമ്മിയെ പോലും പേടിപ്പിച്ചു തുടങ്ങിയില്ലേ. അവൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന്റെ വീഡിയോ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പറന്ന് നടക്കുവല്ലേ. സെലിബ്രിറ്റി അല്ലേ ഇപ്പോ? അതൊന്നും എനിക്കറിയില്ല മാഡം. ആ വീഡിയോ സാറിന്റെ അടുത്ത് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അത് പത്മ മാഡത്തിനെ കാണിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. വിശ്വസിച്ചു, പരിപൂർണമായിട്ടും വിശ്വസിച്ചു അല്ലേ ചേച്ചി? നീയേ ഒരു കാര്യം ചെയ്, എനിക്കൊരു കാപ്പി എടുക്ക്. നന്നായി മധുരം ഇട്ട് അധികം ചൂടില്ലാതെ ഒരു കാപ്പി. ചേച്ചിക്ക് വേണോ? എനിക്ക് കാപ്പി വേണ്ട, ചായ മതി. നല്ല മധുരം കുറയ്ക്കണം, കടുപ്പം വേണ്ട. പിന്നെ പാലിന്റെ അളവ് കൃത്യമായിരിക്കണം. നിക്ക്, അല്ലെങ്കിൽ വേണ്ട, എനിക്കും കാപ്പി മതി. ചേച്ചി ഇപ്പൊ എന്തിനാ കാപ്പി കുടിക്കുന്നേ? ഒരു ചേഞ്ചിനെ നമുക്ക് രണ്ടുപേർക്കും ജ്യൂസ് എടുത്താലോ? ജ്യൂസ് എടുക്കാം മാഡം. അത് നീയാണോ തീരുമാനിക്കുന്നേ? നീയേ പറഞ്ഞത് തന്നെ അങ്ങ് ചെയ്താ മതി. എനിക്ക് കോഫി, ചേച്ചിക്ക് ടീ. എന്നാലേ ചെല്ല്. സൂര്യയുടെ മദ്യപാനം എന്തേലും പ്രശ്നം വരുത്തി വെക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. ഒരു കാര്യത്തിൽ ഇപ്പൊ അവന് ശ്രദ്ധയില്ല, എല്ലാത്തിനും മറവി. കുറച്ചു മുമ്പ് ഞാൻ താഴെ ചെന്ന് നോക്കുമ്പോ അവന്റെ ചാവി അവന്റെ വണ്ടി തന്നെ ഇരിക്കുന്നു. രാത്രി ആരെങ്കിലും കണ്ടാലുള്ളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയ വണ്ടി ആരെങ്കിലും എടുത്തോണ്ട് പോവില്ലേ? ചോദിച്ചാ അവൻ കിടന്ന് ബഹളം വയ്ക്കും. നഷ്ടപ്പെട്ട അവന് മാത്രമല്ലല്ലോ, എല്ലാവർക്കും കൂടിയല്ലേ. സൂര്യ സാർ എന്ത് പണിയായി കാണിച്ചേ? താക്കോല് പോയി എടുത്തു വെക്കാം. അവളവിടെ ഉണ്ടോ നോക്ക്. ചെല്ലു. മമ്മി അവിടെ ഇല്ല. എങ്കിൽ അവൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ വാ. സാറിന്റെ ഒരു കാര്യം അതെങ്ങനെയാ? ബോധം ഉണ്ടെങ്കിലല്ലേ. മമ്മി, ഇന്നലെ ചേച്ചി കാറിന്റെ ചാവി ഏട്ടന്റെ മുറിയിൽ നിന്ന് എടുത്തു. ഇന്ന് നമ്മളത് കാറിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. പിന്നെ മമ്മി ഏട്ടത് കാറിൽ നിന്ന് എടുത്തോണ്ട് വെച്ചു. ഇതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? പ്രയോജനമുണ്ട്. അവൾ അത് എന്ത് ചെയ്യുന്നെന്ന് നീ ആദ്യം പോയി നോക്ക്.
സോറി സാർ, ഇപ്പൊ ഇറങ്ങാറായി. ഇതുകൊണ്ട് വെക്കാം.